സൗന്ദര്യമുള്ള തിളങ്ങുന്ന വയലറ്റ് കളറിലുള്ള ഈ സുന്ദരി ബെറിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് അമേരിക്കൻ ബ്യൂട്ടി ബെറി, അല്ലെങ്കിൽ ലീബസ് പേർലൻ എന്ന് ജർമ്മനിൽ പറയും. ലീബസ് പേർലൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള ബെറീസ് എന്നാണ് അർത്ഥം. ജർമ്മൻ ഭാഷയിൽ ഷേണൻ ബേറൻ എന്നും പറയും. സമ്മർ അവസാനത്തോടു കൂടി എല്ലാ മരങ്ങളുടെയും ചെടികളുടെയും ഇലയെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരു സമയത്താണ് ഈ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്. ഓട്ടം സീസണിലും വിൻ്റർ സീസണിലുമെല്ലാം തോട്ടത്തിലൊരു അലങ്കാര ചെടിയായി ഇത് കാണാം. ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇലകളെല്ലാം തന്നെ പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഈ ഫ്രൂട്ട് വിഷമാണെങ്കിലും വിൻ്റർ സമയത്ത് പക്ഷികളുടെ ഒരു പ്രധാന ആഹാരമാണ് ഈ പഴം. എത്ര കൊടും തണുപ്പിലും മഞ്ഞിലും ഒട്ടും പുതുമയും തിളക്കവും നഷ്ടപ്പെടാതെ വിൻ്റർ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പഴത്തിൻ്റെ പ്രത്യേകത. ഈ ചെടിയുടെ ഇലകൾക്ക് കൊതുകിനെയും ഉറുമ്പിനെയും ഷഡ്പദങ്ങളെയും അകറ്റുന്നതിനുള്ള കഴിവുണ്ടത്രേ. അതുകൊണ്ട് തന്നെ ട്രഡീഷണലായി ഇതിൻ്റെ ഇലകൾ പൊടിച്ച് നാച്ചുറലായിട്ടുള്ള ഇൻസെക്റ്റ് റിപ്പല്ലൻറ്റും മോസ്കിറ്റോ റിപ്പല്ലൻറ്റുമായി ഉപയോഗിച്ചു വരുന്നു. കല്ലികാർപ്പ എന്നു പേരുള്ള ഈ ചെടിയുടെ ഫ്രൂട്ട്സ് വെളുത്ത നിറത്തിലും വയലറ്റ് നിറത്തിലുമാണ് കണ്ടുവരുന്നത്. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ഈ കുറ്റിച്ചെടിക്ക് വളരാൻ അനുയോജ്യമായ സ്ഥലം. എന്നാൽ നാട്ടിൽ ഇതുവരെ ഞാൻ ഇത്തരം ചെടി കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ ഫ്രൂട്ടിൻ്റെ കാര്യം. ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റൊന്നുമില്ല, പക്ഷേ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് കുറേ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കുറേ പഞ്ചസാരയും കുറേ നാരങ്ങ നീരും എല്ലാം ചേർത്ത് ഒരു പരുവത്തിലാക്കി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ജെല്ലിയും സിറപ്പും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കേട്ടത്. എന്തായാലും ജർമ്മനിയിൽ ഈ ചെടി വളരെ ചുരുക്കമായി ബൊട്ടാണിക്കൽ ഗാർഡനുകളിലോ ചില വീടുകളിൽ അലങ്കാര ചെടിയായോ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ചെടിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനൊരു ജിജ്ഞാസയുണ്ടായിരുന്നു. വളരെ അപകടം പിടിച്ച ലൈം ഡിസീസ് ഉണ്ടാക്കുന്ന വനം പ്രദേശങ്ങളിൽ കാണുന്ന ടിക്സ് അല്ലെങ്കിൽ ബഗ്സ് അല്ലെങ്കിൽ ചെള്ള്, ഈ ചെള്ളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഈ ചെടിയുടെ ഇലകൾ റബ്ബ് ചെയ്ത് ദേഹത്ത് തേച്ചാൽ ടിക്സ് ബൈറ്റിൽ നിന്ന് രക്ഷപ്പെടാമത്രേ. ഇതുവരെ കേട്ടതിൽ ഏറ്റവും വലിയ ഉപയോഗം ഇത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. താങ്ക് യു.